ഹലോ, കേരള യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ഡിഗ്രി കുട്ടികൾക്കായിട്ടുള്ള ഗ്ലോബൽ വോയിസസ് ആൻഡ് കൾച്ചേഴ്സ് എന്ന ടെക്സ്റ്റിൽ 6ാമത്തെ ലെസനാണ് ഇന്ന് നോക്കുന്നത്. അതൊരു പോയമാണ്. ടൈറ്റിൽ ഐഡൻറ്റിറ്റി കാർഡ്. റൈറ്റർ എസ് ജോസഫ്. ആദ്യം ഓഥറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എസ് ജോസഫ് is a Malayalam poet born in the village of Patithanam near Kottayam and the winner of the 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. എസ് ജോസഫ് ജനിക്കുന്നത് 1965 അദ്ദേഹം ഒരു മലയാളം പോയറ്റാണ്. താമസിക്കുന്നത് കോട്ടയത്തെ പട്ടിത്താനം എന്ന വില്ലേജിലാണ്. 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നർ കൂടെയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിൽ മലയാളം അധ്യാപകനായി ജോലി ചെയ്യുന്നു. His poems are a reflection of the natural world in which he lived. The real green and lush Kerala is presented in all its goodness and wonder. താൻ ജീവിക്കുന്ന നാടിൻ്റെ ആ ഒരു മനോഹാരിത അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരുപാട് പോയംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പച്ചപ്പും അതിൻ്റെ ഒരു റിച്ച്നെസ്സും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അദ്ദേഹം വളരെ മനോഹരമായി അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. Even with all the glorious presentations, his poems can be considered as an indictment against the injustice, violence, hypocrisy, the thought dreams of the marginalized. അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ ഗ്ലോറിയസ് ആയ പ്രസൻറ്റേഷൻസ് ആണെങ്കിലും ആ കവിതകൾ പല കാര്യങ്ങളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്, അക്യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അക്യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഡ്രീംസിനെ, അവരുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യുന്ന ചില സോഷ്യൽ ഇൻജസ്റ്റിസ്, സൊസൈറ്റി നിൽക്കുന്ന പല ഇൻജസ്റ്റിസും, അതുപോലെ വയലൻസ്, ഹിപ്പോക്രസി, ഇതിനെയൊക്കെ അദ്ദേഹം തൻ്റെ പോയട്രിയിലൂടെ കുറ്റപ്പെടുത്തുന്നു. മീൻകാരൻ, ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു, ചന്ദ്രനോടൊപ്പം ആർ സം ഓഫ് ഹിസ് നോട്ടബിൾ വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കൃതികളാണ് മീൻകാരൻ, ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു, ചന്ദ്രനോടൊപ്പം. ഇതിൽ 2011 അദ്ദേഹം എഴുതിയ ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്ന ആ ഒരു കൃതിക്കാണ്, ആ ഒരു പോയട്രി കളക്ഷനാണ് 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ മറ്റു ചില കൃതികളാണ് കറുത്ത കല്ല്, വെള്ളം എത്ര ലളിതമാണ്, മഞ്ഞ പറന്നാൽ, മൈ സിസ്റ്റേഴ്സ് ബൈബിൾ തുടങ്ങിയവ. അദ്ദേഹത്തിൻ്റെ ഈ കറുത്ത കല്ല് എന്നുള്ള കൃതിക്ക്, ആ കവിതയ്ക്ക് മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി കനകശ്രീ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 2015 ഓടക്കുഴൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭ്യമായി. The poem Identity Card portrays the strong undercurrents of caste system that are deep rooted in the psyche of the otherwise progressive community. അദ്ദേഹത്തിൻ്റെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് എന്ന ആ ഒരു പോയം അത് പോർട്രേ ചെയ്യുന്നത് ഒരു പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റിയിലും, അതായത് വളരെ അഡ്വാൻസ്ഡായി എന്ന് പറയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ പോലും കാസ്റ്റ് സിസ്റ്റം അത് എത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആണ്, അതുപോലെ ഒരു സൊസൈറ്റിയുടെ സൈക്കിക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ ഉള്ളിലായിട്ട് പുറമേ ആരും കാണാതെ തന്നെ പല അണ്ടർ കറൻസും ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന് റിലേറ്റ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളും അപ്പോഴും വളരെ സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കൃതിയാണ് ഐഡൻറ്റിറ്റി കാർഡ്. Unlike any other poem of protest and denunciation, Identity Card does not resort to jargons, ideologies, or even exhibition of emotions. എന്തെങ്കിലും ഒരു കാര്യത്തെ പ്രൊട്ടസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാനോ വേണ്ടിയിട്ട് എഴുതുന്ന കവിതകളിൽ സാധാരണ ചില വേർഡ്സ് ഉപയോഗിക്കാറുണ്ട്, ചില ഐഡിയാസ് ഉപയോഗിക്കാറുണ്ട്, ജാർഗൺസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇമോഷൻസ് വളരെ നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കവിതയിൽ, ഐഡൻറ്റിറ്റി കാർഡ് എന്ന ഈ ഒരു കവിത എന്ന് പറയുന്നത് ഏതോ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചില കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റു പല കവിതകളും ചെയ്യുന്ന പോലെയുള്ള ജാർഗൺസോ അല്ലെങ്കിൽ ചില പ്രത്യേക രീതിയിലുള്ള ഐഡിയാസോ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ ചില ഇമോഷൻസിനെ കൂടുതലായിട്ട് എക്സിബിറ്റ് ചെയ്യുന്നുമില്ല. Instead, the poet succeeds in layering the lines with subtle undertones and suggestive wordplay. എന്നാൽ അതിന് പകരമായിട്ട് ഈ ഒരു പോയത്തിനകത്ത്
പോയിട്ട് ഉപയോഗിക്കുന്നത് വേർഡ്സ് കൊണ്ടുള്ള ഒരു പ്ലേ ആണ്, ഒരു വേർഡ് പ്ലേ ആണ്. അതിലൂടെ അദ്ദേഹം പല ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. The magnitude of the unsaid words hits the reader as the poem draws to a close, forcing one to question the beliefs that one holds on to. ഈ പോയം വായിച്ച് അതിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോഴേക്കും ഓഥർ പറയാതെ തന്നെ പല കാര്യങ്ങളും പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം നേരിട്ട് പറയാതെ പറയുന്ന പല കാര്യങ്ങളും ചില വിശ്വാസങ്ങളെ എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പലരും മുറുകെ പിടിച്ചിരിക്കുന്ന ചില വിശ്വാസങ്ങൾ അത് തള്ളിക്കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പോയം അതിൻ്റെ അവസാനം വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും. ചുരുക്കി പറഞ്ഞാൽ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ദളിത് കമ്മ്യൂണിറ്റി ഉൾപ്പെടുന്ന ഒരു ആളിനെ എങ്ങനെയാണ് മറ്റുള്ളവർ നോക്കിക്കാണുന്നത്? അവർ പുറമേ ഒരു പ്രശ്നവും കാണിച്ചില്ല എങ്കിലും നമ്മുടെ സൊസൈറ്റിയുടെ ഉള്ളിലായിട്ട് തന്നെ പലരുടെയും ഉള്ളിലായിട്ട് തന്നെ ആചാര വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് ഓഥർ പറയുന്നത്. ഈ ഒരു ഐഡിയ, ഈ ഒരു തീം വളരെ സിമ്പിളായിട്ട് ഒരു പോയത്തിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. ഇനി നമുക്ക് ആ പോയത്തിലേക്ക് കടക്കാം. ഐഡൻറ്റിറ്റി കാർഡ് ബൈ എസ് ജോസഫ്. In my student days, a girl came laughing. Our hands met kneading her rice and fish curry. On a bench, we became a Hindu-Christian family. I whiled away my time reading Neruda's poetry, and meanwhile, I misplaced my identity card. I noticed, she said, returning my card. The account of her stipend is entered there in red. These days, I never look at a boy and a girl lost in themselves. They will depart after a while. I won't be surprised even if they unite. Their identity cards won't have scribblings in red. In my student days, a girl came laughing. അദ്ദേഹം ഈ കവിതയിൽ പറഞ്ഞു തുടങ്ങുന്നത് അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്നു. ഷീ കെയിം ലോഫിങ്. ഒരു ചിരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി വന്നു. അവർ ഹാൻഡ്സ് മെറ്റ് നീഡിങ് ഹെർ റൈസ് ആൻഡ് ഫിഷ് കറി. ആ പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അതിനുശേഷം അവർ നല്ല ഫ്രണ്ട്സായി. അതായത് മൂന്നാമത്തെ ലൈനിൽ പറയുന്നത് അവർ ഹാൻഡ്സ് മെറ്റ് നീഡിങ് ഹെർ റൈസ് ആൻഡ് ഫിഷ് കറി. അവൾ കൊണ്ടുവരുന്ന ചോറും ആ മീൻ കറിയും അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കാനുള്ള ഒരു അടുപ്പം അവർ തമ്മിലുണ്ടായി. ഓൺ എ ബെഞ്ച് വി ബിക്കെയിം എ ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലി. അധികം താമസിയാതെ അവരൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയായി. ഒരാളൊരു ഹിന്ദുവാണ്, ഒരാൾ ക്രിസ്ത്യനാണ്. എന്താണെങ്കിലും ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലി പോലെ അവർ മാറി. അദ്ദേഹം പറഞ്ഞു വരുന്നത് പഠിക്കുന്ന കാലഘട്ടത്തിൽ രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട കുട്ടികൾ കൂട്ടുകൂടുന്നത്, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ കഴിയുന്നത് അത് സ്വാഭാവികമായിരുന്നു. എന്നാൽ പിന്നീട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നോക്കാം. ഐ വൈൽഡ് അവേ മൈ ടൈം റീഡിങ് നെരൂദാസ് പോയട്രി. അദ്ദേഹവും ഈ പെൺകുട്ടിയും നല്ല റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ സമയം ചെലവഴിച്ചിരുന്നത് നെരൂദയുടെ പോയട്രി വായിച്ചിട്ടായിരുന്നു. നെരൂദ ഇസ് എ പോയിറ്റ് ഫ്രം ചിലി. ഈ നെരൂദ എന്ന റൈറ്റർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1971. ഇനി അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോയംസ് വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെട്ടത് പാഷനേറ്റ് ലവ് തീമായിട്ട് എടുത്തിരുന്നത് കൊണ്ടായിരുന്നു. നെരൂദ തൻ്റെ പോയട്രിയിൽ ലവിന് ഒരുപാട് എക്സ്പ്രസ് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും പാഷനേറ്റ് ലവിനെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിരുന്നു. നേച്ചറിൽ നിന്ന് എടുക്കുന്ന പല ഇമേജസിലൂടെയും പല മെറ്റഫേഴ്സ് ഉപയോഗിച്ചും അദ്ദേഹം ലവിനെ എക്സ്പ്രസ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെയുള്ള നെരൂദയുടെ പോയട്രിയാണ് ഈ സമയത്ത് അദ്ദേഹം കൂടുതൽ വായിച്ചിരുന്നത്. അതായത് ഒരു കാൽപ്പനികമായ ഒരു കാലഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. ആൻഡ് മീൻ വൈൽ ഐ മിസ്പ്ലേസ്ഡ് മൈ ഐഡൻറ്റിറ്റി കാർഡ്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഐ നോട്ടീസ്ഡ്, ഷീ സെഡ്, റിട്ടേണിങ് മൈ കാർഡ്. ദ അക്കൗണ്ട് ഓഫ് യർ സ്റ്റൈപ്പൻഡ് ഈസ് എൻറ്റേർഡ് ദെയർ ഇൻ റെഡ്. കളഞ്ഞുപോയ ഈ ഐഡൻറ്റിറ്റി കാർഡ് ആ പെൺകുട്ടിക്കാണ് കിട്ടിയത്. അവളതിനെ തിരിച്ച് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന സമയത്ത്
അവൾ പറയുന്നത് ഇങ്ങനെയാണ്: ഐ നോട്ടീസ്ഡ് ദ അക്കൗണ്ട് ഓഫ് യുവർ സ്റ്റൈപ്പൻഡ് ഈസ് എൻറ്റേർഡ് ദെയർ ഇൻ റെഡ്. അദ്ദേഹം ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ വാങ്ങിയിരുന്ന സ്റ്റൈപ്പൻഡ്, അതിൻ്റെ എമൗണ്ട്, അത് എത്രയാണെന്ന് ചുവന്ന അക്ഷരങ്ങളിൽ ആ ഐഡൻറ്റിറ്റി കാർഡിനകത്ത് എഴുതിയിരുന്നു. അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ റിലീജിയനും അതുപോലെ കാസ്റ്റും, അദ്ദേഹം ഏത് ഗ്രൂപ്പിനകത്ത് ഏത് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതോടുകൂടെ ആ ബന്ധം അവിടെ അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് അറിയാതിരുന്നത് വരെയും വളരെ നല്ല സ്നേഹബന്ധത്തിലായിരുന്ന ആ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ ഒരു കാസ്റ്റോ അദ്ദേഹത്തിന് ഉൾപ്പെടുന്ന ഏത് കാറ്റഗറി ആണെന്നുള്ളതോ അറിഞ്ഞപ്പോഴേക്കും, അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈപ്പൻഡിൻ്റെ എമൗണ്ട് അറിഞ്ഞപ്പോഴേക്കും അവൾ ആ ബന്ധത്തിൽ നിന്ന് പുറകിലോട്ട് മാറുകയാണ്. ദീസ് ഡേയ്സ് ഐ നെവർ ലുക്ക് അറ്റ് എ ബോയ് ആൻഡ് എ ഗേൾ ലോസ്റ്റ് ഇൻ ദംസെൽസ്. ഓതർ പറയുന്നത്, ഇപ്പോഴായിട്ട് അല്ലെങ്കിൽ ഈ അടുത്ത ഇടയായിട്ട് ഈ കാലങ്ങളിലായിട്ട് ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ അവർ സ്വയം മറന്നിരിക്കുകയാണെങ്കിൽ ഞാനത് ശ്രദ്ധിക്കാറില്ല, ഞാനത് നോക്കാറില്ല. എന്തുകൊണ്ടാണ്? ദേ വിൽ ഡിപ്പാർട്ട് ആഫ്റ്റർ എ വൈൽ. കാരണം അദ്ദേഹത്തിന് ഉറപ്പാണ്, കുറച്ച് കഴിയുമ്പോഴേക്കും അവർ തമ്മിൽ മനസ്സിലാക്കും, അത് കഴിയുമ്പോഴേക്കും അവർ വേർപിരിയും. ദേ വിൽ ഡിപ്പാർട്ട് ആഫ്റ്റർ എ വൈൽ. കുറച്ച് കഴിഞ്ഞവർ സെപ്പറേറ്റ് ആകും. ഐ വോണ്ട് ബി സർപ്രൈസ്ഡ് ഈവൻ ഇഫ് ദേ യുണൈറ്റ്. their identity cards won't have scribblings in red. അഥവാ ഒരുപക്ഷെ അവർ ഒരുമിച്ചാൽ അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം അവരുടെ ഐഡൻറ്റിറ്റി കാർഡിൽ ഇതുപോലെ ചുവന്ന അക്ഷരങ്ങളിൽ ഒന്നും കുത്തിക്കുറിച്ചിട്ടുണ്ടായിരിക്കില്ല. അതായത് അതിലേതെങ്കിലും ഒരാൾ ഒരു ലോവർ കമ്മ്യൂണിറ്റി പെടുന്ന ഒരാൾ ആയിരിക്കില്ല. അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ സെപ്പറേറ്റ് ആകും. അതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. എത്രത്തോളം സ്നേഹത്തിലായിരുന്നാലും മറ്റേയാളിൻ്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ്, അയാളുടെ ഗ്രൂപ്പ് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും അയാളെ വെറുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആ സൊസൈറ്റി എത്രത്തോളം നമ്മൾ സൊസൈറ്റി വളർന്നു എന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും ഇതുപോലെ അണ്ടർ കറൻസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കാര്യമാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് ഓതർ തരുന്നത്. ഇതിൻ്റെ മെയിൻ തീംസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഐഡൻറ്റിറ്റി, അതുപോലെ ഡിമാർക്കേഷൻ, സോഷ്യൽ ഇൻജസ്റ്റിസ്, ഇതൊക്കെ തന്നെയാണ്. ഓതർ പറയുന്നത് അൺകണ്ടീഷണൽ ലവ് എന്നൊരു കൺസെപ്റ്റ് ഇന്ന് ഇല്ലയെന്ന് തന്നെയാണ്. അതായത് സ്നേഹിക്കുന്ന ആളിൻ്റെ ജാതിയോ മതമോ അല്ലെങ്കിൽ സാമ്പത്തിക നിലയോ ഒന്നും നോക്കാതെയുള്ളൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവ് ഒരിടത്തുമില്ല എന്ന് തന്നെയാണ് ഈ പോയത്തിലൂടെ നമുക്ക് ഓതർ പറഞ്ഞു തരുന്നത്. ഈ പോയം ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കെ സച്ചിദാനന്ദനാണ്. നമുക്കിതിൻ്റെ മലയാളം പോയം ഒന്ന് വായിച്ചു നോക്കാം. ഐഡൻറ്റിറ്റി കാർഡ്. പഠിച്ചുകൊണ്ടിരുന്ന കാലം ഒരു പെൺകുട്ടി ചിരിച്ചു വന്നു. അവളുടെ ചോറിനും ചൂരമീൻ കറിക്കും മീതെ ഞങ്ങളുടെ കൈകൾ കുഴഞ്ഞു. ഞങ്ങൾ ഒരു ബെഞ്ചിൽ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബമായി. ഞാൻ നെരുദയുടെ കവിതകൾ വായിച്ചു നടന്നു. അതിനിടെ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കളഞ്ഞുപോയി. ഞാൻ കണ്ടു. കാർഡ് തന്നിട്ടവൾ പറഞ്ഞു, ചുവന്ന പേന കൊണ്ട് അതിൽ കുറിച്ചിട്ടുണ്ടല്ലോ, സ്റ്റൈപ്പൻഡ് വാങ്ങിച്ച കണക്ക്. ഇക്കാലത്ത് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഇരുന്ന് മറക്കുന്നത് നോക്കാറേയില്ല. അല്പം കഴിഞ്ഞവർ പിരിഞ്ഞു പോയിക്കൊള്ളും. ഇനി അവർ ഒരുമിച്ചാലും അത്ഭുതമില്ല. അവരുടെ ഐഡൻറ്റിറ്റി കാർഡിൽ ചുവന്ന കുറിക്കലുകൾ ഉണ്ടാവില്ല. ഈ കവിത വായിക്കുമ്പോൾ താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പെൺകുട്ടി തന്നെ ഉപേക്ഷിച്ച് പോയ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വേദന നമുക്കതിനകത്ത് കാണാൻ കഴിയും. ഇപ്പോൾ കവിത എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വായിക്കുക, കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്തി നിങ്ങളുടെ നോട്ട്സിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. താങ്ക് യു.